ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നെങ്കിൽ തക്കാളി രസമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. സെയിം അതുപോലെ ഞാൻ ട്രൈ ചെയ്തേക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഒരു 5-6 തക്കാളി, ഇപ്പം തക്കാളിക്ക് നല്ല സീസൺ, നല്ല പഴുത്ത തക്കാളി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ടുണ്ട്. ഒരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ അടിക്കത്തെ ആ കറുത്ത പോർഷനില്ല, അത് നമുക്ക് മാറ്റണം. എന്നിട്ട് അതിന് കഴുകിയിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലെ ഒന്ന് നടുക കീറി കൊടുത്താൽ മതി, മൊത്തം പൊളന്ന് കളയേണ്ട. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തക്കാളി പെട്ടെന്ന് നമുക്ക് വേവിച്ച് ഉടച്ചെടുക്കാനുള്ള കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം വെച്ചാൽ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 4-5 വിസിൽ വരുന്ന വരെ നമുക്ക് തക്കാളിക്കൊന്ന് വെന്തുടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ വന്നോളൂ. ഞാൻ ഒരു 5 വിസിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് 5 വിസിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ പ്രഷറെല്ലാം പോയി കുക്കർ തണുത്തതിന് ശേഷമേ തുറക്കാവുള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി തണുക്കാൻ കൊടുത്തില്ല, എന്നാലും തുറന്നിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് അതിന് ശേഷം നന്നായി തണുക്കാൻ കൊടുക്കണേ. നമുക്ക് അതിന് മുന്നേ മിക്സി ജാർ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാണെങ്കിൽ മിക്സി ജാർ ചൂട് നമ്മൾ ഇട്ട് കൊടുത്ത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുപ്പൊക്കെ തുറക്കാനും പിന്നെ കയ്യിൻ്റെ നമ്മുടെ ദേഹമൊക്കെ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണുക്കട്ടെ കേട്ടോ വിടുന്നത്. അതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നാലും ഇതിൻ്റെ ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഫൈൻ പ്യൂരി റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയും അരിയൊക്കെ ഇതിൻ്റെ കുരുവൊക്കെ ഇല്ലേ, അതെല്ലാം മാറ്റാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത്, അതേ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ തവിയും കൊണ്ടൊന്ന് നമുക്കൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് ഉടഞ്ഞ്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് എന്താണെങ്കിൽ എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഏതാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. എൻ്റെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി, ഒരു മുഴുവൻ അല്ലി വെളുത്തുള്ളി വേണം എടുക്കാനായിട്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലതായിട്ടൊരു ബ്രൗണിഷ് കളർ വരണം. നല്ല ബ്രൗണിഷ് കളർ വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ല് മുന്നിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ബ്രൗണിഷ് കളർ ആക്കി എടുക്കണം. നമുക്കിതിന് ഈ പാകത്തിന് മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ടെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടി പകുതി നമുക്കാണെങ്കിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ടേസ്റ്റ് ഇച്ചിരി മുന്നേ ഇരിക്കുന്ന രീതി വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണേ. കരിഞ്ഞു പോയി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും മാറി കിട്ടും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ തക്കാളി കടിച്ച് വെച്ചേക്കുന്നില്ല പ്യൂരി, അതിൻ്റെ അത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ മിക്സാക്കി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഇപ്പോൾ നമുക്കാണെങ്കിൽ ഉപ്പ് ഇതേ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നിങ്ങൾ നോക്കണേ നിങ്ങളുടെ പാകത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം തന്നെ നമുക്കാണെങ്കിൽ ഒരു തള വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു തള വന്നു കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ജലദോഷം ഉണ്ടോ അതോ ചുമയുണ്ടോ മക്കൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ തക്കാളി രസമൊക്കെ ഉണ്ടാക്കി ചൂട് ചോറിനോടൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. നമുക്ക് നല്ലൊരു സുഖം കിട്ടും കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മമ്മിയുടെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.